തങ്ങളോട് ബഹുമാനപ്പെട്ട സഹാബത്ത് വനിതകൾ വന്ന് ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ സഹാബാക്കളെല്ലാം ധർമ്മസമരത്തിൽ പങ്കാളിത്തം വഹിക്കുകയാണ്, അവരെല്ലാം അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി പോവുകയാണ്, അല്ലാഹുവിന്റെ ഉന്നതമായ പദവികളിലേക്ക് അവരിതാ കടന്നുകൊണ്ടിരിക്കുമ്പോ അവരുടെ ഭാര്യമാരായ ഞങ്ങൾക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ഞങ്ങളും കൂടെ വരട്ടെയോ നബിയേ, വരട്ടെയോ നബിയേ. പരസ്യമായി രംഗത്തേക്ക് പോകുന്നതിന് വേണ്ടി, പരസ്യമായി രംഗത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സഹാബത്ത് വനിതകൾ അല്ലാഹുവിന്റെ റസൂലിനോട് പോയി ചോദിച്ചപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അയ്യുമാ ഇംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് സല്ലത്ത് ഖംസഹാ, 5 നേരം അവൾ കൃത്യമായി നമസ്കരിച്ചിട്ട് വസാമത്ത് ഷഹ്റഹാ, പരിശുദ്ധ റമദാനിന്റെ നോമ്പിനെ പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ അനുഷ്ഠിച്ചുകൊണ്ട് തന്റെ ഭർത്താവിനെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ഏതൊരു പെണ്ണ് തന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നുവോ, സ്വർഗത്തിന്റെ ഏത് വാതിൽക്കലൂടെ വേണമെങ്കിലും അവൾ ഇഷ്ടപ്പെടുന്ന സ്വർഗത്തിന്റെ ഏത് വാതിൽക്കലൂടെയാണെങ്കിലും അവൾ പ്രവേശിച്ചു കൊള്ളട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആ സഹാബത്ത് വനിതകളോട് നൽകിയ മറുപടിയാണ്. എന്നാ നിങ്ങളും കൂടെ വാ, ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ബാ എന്ന് പറഞ്ഞോ? ഇന്നത്തെ പെണ്ണുങ്ങൾ പറഞ്ഞോ? ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, വരണ്ട, പോ, വീട്ടിനുള്ളിൽ പോയി അവിടെ ഔറത്ത് മറച്ച് ഭർത്താവിനെ ഇഷ്ടപ്പെട്ട്, ഭർത്താവിനെ അനുസരിച്ച് തൃപ്തിപ്പെട്ട്, ഭർത്താവിനെ വഞ്ചിക്കാതെ അള്ളാഹെ ഭയപ്പെട്ട് കഴിഞ്ഞുകൂട്. എങ്കിൽ ഇൻഷാ അല്ലാഹ് നിനക്ക് ജിഹാദ് ചെയ്തതിന്റെ കൂലി, ഹജ്ജ് ചെയ്തതിന്റെ കൂലി, ഉംറ ചെയ്തതിന്റെ കൂലി, എല്ലാ കൂലിയും കിട്ടും. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, ഞാൻ അങ്ങയുടെ കൈക്ക് പിടിച്ച് ഞാൻ ഇതാ ബൈഅത്ത് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കാൻ ഞാൻ തയ്യാറാണ് ഹബീബേ, അതിന് അനുവാദം നൽകണം നബിയേ. മാത്രമല്ല എന്റെ ഭാര്യ അവൾ ഹജ്ജിന് വേണ്ടി പോയിരിക്കുകയാണ്, അതുകൊണ്ട് നബിയേ എനിക്ക് വേണ്ടി, അവൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ മടങ്ങിപ്പോകൂ സഹോദരാ, നിനക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിലെ പങ്കാളിത്തം വഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അവൾ ഹജ്ജിന് പോകുന്നു, ഞാൻ അള്ളാന്റെ മാർഗത്തിലേക്ക് വരുന്നു, അള്ളാന്റെ റസൂലെ അങ്ങ് ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹ് റസൂൽ വേണ്ട, പോളെ ഒറ്റയ്ക്ക് ഹജ്ജിന് വിട്ടിട്ട് നീ ധർമ്മസമരത്തിന് പോകുന്നല്ലേ? അതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം. അവളെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പറഞ്ഞിട്ട് ഇയാളെ വീട്ടിൽ ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നീ എവിടെങ്കിലും കടയിൽ കച്ചവടം ചെയ്തിട്ട് ഓൾക്ക് പൈസ കൊടുത്തിട്ട് പറയാ, നീ പോയി ഷോപ്പിംഗ് നടത്തിക്കോ, നിനക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വാങ്ങിക്കോ, എന്നിട്ട് നീ അവിടെ പറഞ്ഞാൽ മതി, ഇന്നാള് വിളിച്ച് പറഞ്ഞതാ, ഞാൻ പറഞ്ഞോളാം, നീ പോയി വാങ്ങിക്കോ. അങ്ങനെ ഒറ്റയ്ക്ക് പോവുക. ബ്ലൗസൊക്കെ എടുത്തു കൊടുക്കും, തുണിയൊക്കെ എടുത്തു കൊടുത്ത് നോക്കും, വളമൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് റാഹത്തടക്കും, കൈ കൊണ്ട് കൊടുക്കും, വള കയറുന്നില്ല, ഒന്നുകൂടെ പിടിച്ചു, നല്ല റാഹത്തായിട്ട് പിടിച്ച വളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും. കടയിൽ കൊണ്ടുപോയി നല്ല പാങ്ങണ്ട, ഇത് കുറച്ച് ടൈറ്റ്, അത് ഊരി കൊടുക്കും. അയ്യോ, അവന് ഊരാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം, അടുത്ത് ഇട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ 5-6 പ്രാവശ്യം ആകുമ്പോൾ എന്താ റാഹത്ത്, മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ശൈബത്ത് എല്ലാം നബിതങ്ങളെ നല്ല പേരോട് കൂടിയാണ് കണ്ടിരുന്നത്. നല്ലവൻ, അള്ളാന്റെ റസൂൽ അത് ഹറാം, ഇത് ഹറാം, അത് പാടില്ല, ഇത് പാടില്ല, അത് അനുവദനീയമല്ല, കള്ളൻ, കസാബ്, സാഹിർ, എന്തെല്ലാം നബിയുടെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞു. അതുവരെയ്ക്കും നബി ആരായിരുന്നു? അല്ലമീൻ. സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോ നബി തങ്ങളെ കള്ളനാണ്, വ്യാജനാണ്, കപടനാണ്, മുനാഫിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് മേൽ ആരോപണം അഴിച്ചുവിട്ടില്ലേ? അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി പറയുന്നു. സ്വർഗത്തിന്റെ മക്കളാകാൻ കൊതിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രഭാഷണമാണിത്. സ്വർഗത്തിന്റെ മക്കൾക്ക് വേണ്ടി പ്രഭാഷണം, അല്ലാതൊന്നുമല്ല.
നിങ്ങൾ യുവർ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് നടക്കാം. ആരും നിങ്ങളെ എതിർക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ സഹോദരിയാണ്, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ പെൺകുട്ടിയാണ്, അവളുടെ മാനമാണ് പിച്ച് ചീന്തപ്പെടുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും. പിന്നെ അലല്ലാഹ്, പടച്ചവനെ നിന്റെ തീരുമാനം, അല്ല ഞങ്ങൾ എന്താ. നമ്മുടെ ചെറുപ്പക്കാരെ ഫോൺ വിളിച്ചിട്ട് വാഗ്ദാനം ചെയ്യും, നിന്നെ ഞാൻ കെട്ടിക്കോളാം, നിനക്ക് ഞാൻ ഇന്നത് വാങ്ങിത്തരാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ജയിച്ചു പോകുന്ന MP MLA മന്ത്രിമാർക്ക് പോലും വാഗ്ദാനം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെയാണ് ഈ ജോലിയില്ലാത്ത ഈ ചങ്ങാതിക്ക് റീചാർജ് ചെയ്യാൻ പോലും ഗതിയില്ലാത്ത ഈ ചങ്ങാതി എങ്ങനെയാണ് ഇവരുടെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക? അപ്പോൾ ഒരു പെണ്ണിനോട് കാണിക്കുന്ന വഞ്ചനയാണ്. അവസാനം ആ പെണ്ണിന്റെ കണ്ണുനീരിലൂടെ നിന്റെ ജീവിതം തകർന്നു പോകും. ചെറുപ്പക്കാരെ സൂക്ഷിക്കണം, ചെറുപ്പക്കാരെ സൂക്ഷിക്കണം. പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞില്ലേ, വലാ തുക്രിഹൂ ഫതയാതികും അലൽ ബിഗാ, വലാ തുക്രിഹൂ ഫതയാതികും അലൽ ബിഗാ ഇൻ അറദ്ന തഅസ്സുനൻ ലിതബ്തഗൂ അർളൽ ഹയാത്തിദ് ദുനിയാ. ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ അശ്ലീലതകളിലേക്കോ അനാവശ്യത്തിലേക്കോ നീ നിർബന്ധിക്കരുതേ, നിർബന്ധിക്കരുതേ. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, യുവാക്കളെ, 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 അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പെണ്ണാണ്. ആരുടെ മുന്നിലും തന്റെ ശരീരത്തിന്റെ നഗ്നഭാഗങ്ങളെ തുറന്നു കൊടുക്കാത്ത പെണ്ണാണ്. നിന്നോട് കേവലം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ സംസാരിച്ചുകൊണ്ട്, മൊബൈലിലൂടെ സംസാരിച്ച് സല്ലാപവും നർമ്മസല്ലാപവും പങ്കിട്ട ഒരു പെണ്ണായിരുന്നു. നിന്നിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചത് കേവലം ഒരു സ്നേഹ പ്രകടനം മാത്രമാണ്, ഒരു സ്നേഹം മാത്രമാ. അവളുടെ ശരീരത്തിന്റെ ലാവണ്യം നിനക്ക് ഒപ്പിയെടുക്കാൻ ഒരു കാരണവശാലും അവൾ അനുവദിക്കുകയില്ല. അങ്ങനെ അനുവദിക്കാത്ത ഒരു പെണ്ണിനെ അവസാനം ചീറ്റിങ്ങിലൂടെ നീ അവളെ അനാശാസ്യത്തിലേക്ക്, അധർമ്മത്തിലേക്ക്, അശ്ലീലതകളിലേക്ക് നിർബന്ധിക്കരുതേ, നിർബന്ധിക്കരുതേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കപടന്മാര്, കപട വിശ്വാസികൾ, മുനാഫിക്കീങ്ങളുടെ സ്വഭാവങ്ങൾ എന്തായിരുന്നു? ആ നാട്ടിലുള്ള ഏറ്റവും നല്ല ചുറുചുറുക്കുള്ള പെണ്ണുങ്ങളെ കണ്ടുപിടിക്കുകയാണ്. ഇന്ന് മൊബൈലുകൾ ഉണ്ടെങ്കിൽ തത്തുല്യമായ ഓരോ കമ്പി പോലുള്ള അവരോട് നർമ്മസല്ലാപത്തിൽ സംസാരിക്കുമായിരുന്നു, അവളോട് പ്രേമഭാജനം എന്ന നിലയിൽ സംസാരിക്കുമായിരുന്നു, ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്യുമായിരുന്നു. അവസാനം അവളുടെ രഹസ്യങ്ങൾ ഒപ്പിയെടുക്കുമായിരുന്നു. അങ്ങനെ രഹസ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അവളെ ചീറ്റിംഗ് ചെയ്തിട്ട് പറയുമായിരുന്നു, എടീ പെണ്ണേ, എന്റെ കൂട്ടുകാരോടൊപ്പം ഇത്ര ദിവസം നീ മണിയറ പങ്കിട്ടില്ല എങ്കിൽ, ഇത്ര ദിവസം നീ കിടപ്പറ പങ്കിട്ടില്ല എങ്കിൽ നിന്റെ ഓരോ രഹസ്യങ്ങളും ഞാൻ അങ്ങാടയിൽ പാട്ടാക്കുമെന്ന് ആ കപടന്മാര് പരസ്യ പ്രഖ്യാപനം നടത്തിയപ്പോ നിർബന്ധിത സാഹചര്യത്തിൽ ആ അറേബ്യൻ പെണ്ണുങ്ങൾ പോലും അവരുടെ ശരീരത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പണയപ്പെടുത്തേണ്ടി വന്നു. ആ സന്ദർഭത്തിലാണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുമ്പിലേക്ക് ഇദാ ജിബ്രീൽ എന്ന മാലാക അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സന്ദേശവുമായി ഇറങ്ങി വരികയാണ്, ഇറങ്ങി വരികയാണ്. വലാ തുക്രിഹൂ ഫതയാതികും അലൽ ബിഗാ, ഫതയാതികും അലൽ ബിഗാ ഇൻ അറദ്ന തഹസ്സുനൻ ലിതബ്തഗൂ അർളൽ ഹയാത്തിദ് ദുനിയാ. ദുനിയാവിന്റെ ആവശ്യത്തിന്, ദുനിയാവിന്റെ വ്യാപ്തി, ദുനിയാവിന്റെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ആകൃഷ്ടയായി പോയ പെണ്ണ് ഒരു പക്ഷേ നിന്റെ സംസാരം കേൾക്കാൻ കൊതിക്കുന്ന പെണ്ണായിരിക്കാം, അതല്ലാതെ നിന്റെ ശരീരം അവൾ ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കൽ പോലും നിന്റെ ഭാഗത്ത് നിന്ന് ഒരു അശ്ലീലതകളും അവൾ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു സുന്ദരിയും സുശീലയുമായ ഒരു പെണ്ണിനെ ഒരു സമയമെത്തുമ്പോ അവളെ നീ നിന്റെ കിടപ്പറയിലേക്കോ ലോഡ്ജിലേക്കോ ഹോട്ടലിലേക്കോ മോട്ടലിലേക്കോ നീ അവളെ നിന്റെ ശാരീരിക വൃത്തിക്ക് വേണ്ടി അവളെ ക്ഷണിക്കരുതേ, അവളെ നിർബന്ധിക്കരുതേ. പരിശുദ്ധ ഖുർആൻ യുവാക്കളോടുള്ള ഖുർആനിന്റെ താക്കീതാണ്. ഫോൺ വിളിക്കും, ചീറ്റിംഗ്,
നല്ല വിളി 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 ഒടുക്കാലത്തെ വിളി വിളിച്ച് 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 അവസാനം നമുക്കൊരു ദിവസം കറങ്ങുമ്പോൾ മംഗലാപുരത്ത് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് ലോഡ്ജിലൊക്കെ ഒന്ന് പോയിട്ട് മട്ടൻ ചാപ്സ്, ചില്ലി ചിക്കൻ, ഷവർമ, ഷവായ, ഫഹ്മ്, റോസ്റ്റഡ് എല്ലാം കൂടെ ഒന്ന് കഴിച്ചിട്ട് നമുക്കൊരു ദിവസം വരാം. എന്തേ വരുമോ? ഉപ്പ നിങ്ങൾ ദുബായ്ക്ക് പോകുമ്പോൾ വന്നാൽ മതി. ഉപ്പ മംഗലത്തിന് പോകുന്ന ഒരു ദിവസം വന്നാൽ മതി. ഉപ്പ രാവിലെ ജോലിക്ക് പോകുമ്പോൾ വന്നാൽ മതി. അത് ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് വന്നാൽ മതി. സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി. പർദ്ദയിട്ട് നിഖാബ് ഇട്ടിട്ട് മംഗലാപുരത്ത് ഇന്ന വണ്ടിയിൽ കയറിയിട്ട് എത്രാമത്തെ സീറ്റിൽ ഇരുന്നാൽ മതി. ഞാൻ ബാക്കിലിരിക്കും, അടുത്ത് വന്ന് ഞാൻ ഇരുന്നോളാം. ഉപ്പള കഴിഞ്ഞിട്ട് പർദ്ദ ഊരിയാൽ മതി. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കഴിയല്ലോ. അങ്ങനെ പോവാം. വലാ തുക്രിഹു ഫതയാത്തിക്കും, ഒരു പെണ്ണിനെ അങ്ങനെ നിർബന്ധിക്കരുത്. ഖുർആന്റെ പ്രഖ്യാനമാണ്. അവസാനം ഇവന്റെ ഫോണിന്റെ വെളിയിൽ മയങ്ങിയിട്ട് അവള് നിർബന്ധിത സാഹചര്യത്തിൽ ഇറങ്ങി വരും. കാരണം അത്രയ്ക്കുള്ള വിളിയല്ലേ. മാഷാ അല്ലാഹ്, എന്താ വിളി! ഫോണില് സുബഹിക്ക് 5 മണിക്ക് ചെവിയിൽ വെച്ചാൽ വൈകിട്ട് 7:30 ആവുമ്പോഴാണ് ചെവിയിൽ നിന്ന് ഈ സാധനം താഴോട്ടെടുക്കുന്നത്. എല്ലാം നല്ല ആയത്താണ്. അപ്പൊ ഇവള് വീണ് പോകൂലേ? പെട്ടെന്ന് വീണ് പോകൂലേ? പെണ്ണിന്റെ സംസാരം എന്ന് പറയുന്നത് അത് പിശാചിന്റെ സംസാരം പോലെയാണ്, പിശാചാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. കാരണം രസമാണ് കേൾക്കാൻ. നമ്മുടെയും അതേപോലെ അവർക്കും രസമാണ് കേൾക്കാൻ. അത് രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ രസത്തിൽ വീണിട്ടാണ് ഈ പെണ്ണുങ്ങള് ഈ തെറ്റിലേക്ക് വീണ് പോകുന്നത്. അത് അല്ലാഹ് പ്രത്യേകം എടുത്തു പറയുന്നു. ചെറുപ്പക്കാരാ, ഒരു പെണ്ണിനെയും അങ്ങനെ നീ നിർബന്ധിക്കരുതേ. വാട്സപ്പിലൂടെ, ചീറ്റിങ്ങിലൂടെ, ചാറ്റിങ്ങിലൂടെ, മൊബൈലിലൂടെ, ബ്ലൂടൂത്തിലൂടെ അല്ലേ, ഒരു പെണ്ണിനെയും നിർബന്ധിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിക്കുമ്പോൾ ആ ഖുർആനിന്റെ സാരഥികളായ നമ്മൾ അത് ഏറ്റെടുക്കാൻ